ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് കിടക്കാം. ഇന്നൊരു മത്തൻ്റെ ഇല താളിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. മത്തൻ്റെ ഇലയ്ക്ക് ഇത് നല്ലപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണേ. ഇത് നമുക്ക് ഇല പിച്ചുക എന്നാണ് നമ്മളോടൊക്കെ പറയുക. അപ്പോൾ നമ്മളെ ഇലയൊക്കെ ഇനി പിച്ചിയെടുക്കാനായിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇല എടുത്ത് ഇതിൻ്റെ വശങ്ങളിൽ നിന്ന് ഇതിൻ്റെ ആ നാര് പോലെ കണ്ടില്ലേ, അതിന് നമ്മൾ ഞരമ്പ് എന്നാണ് പറയുക. മത്തൻ്റെ ഞരമ്പ് ഒഴിവാക്കി നമ്മൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഇല മാത്രം പിച്ചി എടുക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയാമെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പിച്ചിയെടുത്ത് കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ വെച്ച് തന്നെ പിച്ചി തിരുമ്മിയാണ് എടുക്കാറ്. അപ്പോൾ ഇതുപോലെ ഇല പിച്ചിതേ കയ്യിലിട്ടൊന്നിങ്ങനെ മത്തൻ്റെ ഇലയ്ക്കൊരു മുരുമുരുപ്പുണ്ടാവില്ലേ, അത് മാറാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കയ്യിലിട്ട് തിരുമ്മുന്നത്. അതുപോലെ എല്ലാ ഇലയും ഞാൻ പിച്ചി തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എരിവും ഒക്കെ വേണ്ടേ. അപ്പോൾ എരിവിനാവശ്യമായ നല്ല കാന്താരി മുളകും ചെറിയുള്ളിയും കുരുമുളകും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ നമുക്ക് ചതച്ചെടുക്കാം. ഇടികല്ലിലിട്ടത് നല്ലപോലെ ചതച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കൂടെ കുറച്ച് കഞ്ഞിവെള്ളം മാത്രമല്ല, നമ്മൾ കുറച്ച് വെള്ളം കൂടെ എപ്പോഴും ചേർക്കണം, അല്ലെങ്കിൽ ഒരുപാട് കഞ്ഞിവെള്ളം കട്ടിയായി പോകും നമ്മൾ കറി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അടച്ച് വയ്ക്കുക. അപ്പോൾ തിളയ്ക്കട്ടെ. നമ്മളെ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് മുരിങ്ങൽ താളിപ്പ് പോലെയല്ലേ, അത്യാവശ്യം കുറച്ച് വേവുള്ളത് കൊണ്ട് നമുക്ക് അടച്ച് വെച്ചതിനെ വീണ്ടും വേവിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പണ്ടുള്ള കാരണന്മാർ പറയത്രേ, നമ്മൾ ഇലയൊന്നും ഉണ്ടാക്കണത് ആണുങ്ങൾ കാണാൻ പാടില്ല എന്ന്. കാരണം എന്ത് വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് അവർക്ക് തോന്നുന്നു. ഇത്രയും കറി ഇവൾ കഴിച്ചതാണോ എന്ന് തോന്നിയാലോ അല്ലേ, പണ്ടത്തെ ഒരു ശാസ്ത്രം. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കുക. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറി വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ സിമ്പിൾ കറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.